ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंश ऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वो वप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ॐ शान्ति शान्ति शान्तिः। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओं श्री गुरुभ्यो नमः। हरिः ओं। എല്ലാ സാധകർക്കും പ്രണാമം. ഹരി ഓം. ഓം നമോ നാരായണ. ഇന്ന് മകരസംക്രാന്തിയാണ്. എല്ലാവർക്കും പ്രാർത്ഥനകൾ അർപ്പിക്കുകയാണ്. ഇന്ന് തമിഴ്നാട്ടിലൊക്കെ പ്രധാനമാണ്, നിങ്ങൾക്കറിയാമായിരിക്കും, ഇന്ന് മാട്ടുപൊങ്കൽ എന്നാണ്. അപ്പം ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത ഞാൻ കൂടുതലായി പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നത്, ഇന്ന് അന്നദാനം ചെയ്യുന്നത് വളരെ 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 നല്ലതാണ്. അപ്പം നിങ്ങളാൽ കഴിയുമെങ്കിൽ അത് ചെയ്യുക. പറ്റുന്ന പോലെ ഒരു നാഴി അരിയോ അല്ലെ ഒരു നാഴി അരിയോ ഇടങ്ങഴി അരിയോ എത്രയാണ് നിങ്ങൾക്ക് പറ്റുന്നത്. അല്ലെങ്കിൽ അത് പറ്റുന്നില്ലെങ്കിൽ മറ്റാരെങ്കിലും ആശ്രയിക്കേണ്ട എങ്കിൽ, അതായത് ഭർത്താവിനെ അല്ലെ ഭാര്യയെ മക്കളെ ആരെയും ആശ്രയിക്കേണ്ട എങ്കിൽ ഒരു 100 റുപ്യ നിങ്ങൾ അന്നദാനത്തിനായിട്ട് എവിടെയെങ്കിലും നിങ്ങൾക്കറിയാവുന്ന സങ്കല്പമുള്ള എവിടെയെങ്കിലും നടത്തുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. എല്ലാവരെയും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നിർബന്ധിക്കുന്നില്ല. കാരണം നമ്മൾ പല സ്ഥലങ്ങളിലാണ്, പല സാഹചര്യങ്ങളിലാണ്. അതുകൊണ്ട് ഓർമ്മിപ്പിക്കുന്നു മാത്രം. സാധിക്കുമെങ്കിൽ അന്നദാനം ചെയ്യുക. എല്ലാവർക്കും ഭഗവാന്റെ ഗുരുപരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ. ഇന്ന് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു ലൈവിന് വരാൻ പറ്റില്ല, കാരണം ഇന്ന് മകരസംക്രാന്തി ആയതുകൊണ്ട് രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോകണമെന്നൊക്കെ. അപ്പോൾ അവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് തുടങ്ങാം. യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട്. അഥ ശുക്ലയജുർവേദീയ കാൺവശാഹ ബൃഹദാരണ്യക ഉപനിഷത്ത് ദ്വിതീയകാണ്ഡം മുനികാണ്ഡം അഥവാ യാജ്ഞവൽക്യകാണ്ഡം ചതുർത്ഥാധ്യായം വാദരൂപ ഉപപത്തി പ്രകരണം പ്രഥമ ബ്രാഹ്മണം ഷഡാചാര്യ ബ്രാഹ്മണം സപ്തമ മന്ത്രം. ഒരുമിച്ച് ചൊല്ലാം. യഥേവതേ കച്ചിദബ്രവീത് തത്ശൃണ്വാമിതി അബ്രവീത് മേ വിദഗ്ധഃ ശാഖല്യഃ ഹൃദയം വൈ ബ്രഹ്മേതി യഥാ മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ ഭ്രൂയാദ് തഥാ തത് ശാഖല്യഃ അബ്രവീത് ഹൃദയം വൈ ബ്രഹ്മേതി അഹൃദയസ്യ ഹി കിം സ്യാദിതി അബ്രവീത് തു തേ തസ്യ ആയതനം പ്രതിഷ്ഠാം ന മേ അബ്രവീദിതി ഏകപാദ്വാ ഏതത് സാമ്രാഡിതി സഹ വൈനോ ബ്രൂഹി യാജ്ഞവൽക്യഃ ഹൃദയമേവ ആയതനം ആകാശഃ പ്രതിഷ്ഠാ സ്ഥിതിഃ ഇത്യേനദുപാസീത കാസ്തി തഥാ യാജ്ഞവൽക്യഃ ഹൃദയമേവ സാമ്രാഡിതി ഹോവാച ഹൃദയം വൈ സാമ്രാട് സർവേഷാം ഭൂതാനാം ആയതനം ഹൃദയം വൈ സാമ്രാട് സർവേഷാം ഭൂതാനാം പ്രതിഷ്ഠാം ഹൃദയേ ഹി ഏവ സാമ്രാട് സർവാണി ഭൂതാനി പ്രതിഷ്ഠിതാനി ഭവന്തി ഹൃദയം വൈ സാമ്രാട് പരമം ബ്രഹ്മ നയേനം ഹൃദയം ജഹാതി സർവാണി ഏനം ഭൂതാനി അഭിക്ഷരന്തി ദേവോ ഭൂത്വാ ദേവാന്യപ്യേതി യഹ ഏവം വിദ്വാൻ ഏതദുപാസ്തേ ഹസ്തി
वृषभं सहस्रं दधामीति होवाच जनको वै देहः सहोवाच याज्ञवल्क्यः पिता मे अमन्यत न अननुशिष्य हर इत इति. ഷഡാചാര്യ ബ്രാഹ്മണം അവസാനിക്കുകയാണ് സപ്തമ മന്ത്രത്തിൽ. ഇതിനു മുമ്പുള്ള ആചാര്യന്മാരാൽ ലഭ്യമായ അംശജ്ഞാനത്തെ ജനക മഹാരാജാവ് യാജ്ഞവൽക്യ മഹർഷിയോട് പറഞ്ഞു. ആ ജ്ഞാനം അംശജ്ഞാനം, ഇതിന് മറ്റൊരു പേരുണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയി, ക്ഷമിക്കുക, നിങ്ങൾ എഴുതിക്കോളൂ. ആപാതത ജ്ഞാനം അംശജ്ഞാനത്തിൻ്റെ പര്യായമാണ്. എവിടെയെങ്കിലും പുസ്തകങ്ങളെ അതാണ് വായിക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ച് സംസ്കൃതം വായിക്കുന്നവർ അങ്ങനെയാണെങ്കിൽ ഇത് സിനോണിമസ് ആണ്. ആപാതത, ആ പാ ദീർഘം, ആപാതത, താ, താമരയുടെ താ, താ താ, ആപാതത ജ്ഞാനം എന്നുവെച്ചാൽ ഇൻകംപ്ലീറ്റ് നോളജ്, അതാണ് അർത്ഥം. ആപാതത ജ്ഞാനം അല്ലെങ്കിൽ അംശജ്ഞാനം എന്നും പറയാം. ആപാതത ജ്ഞാനം അതെവിടെ കിട്ടി? ജിത്വാവ്, ഉദങ്കൻ, ബർഖു, ഭരദ്വാജൻ, ജാപാലൻ, ശാഖല്യൻ, അല്ലെ? ഇത്രയും പേരിൽ നിന്ന് ലഭ്യമായ ജ്ഞാനം ആപാതത ജ്ഞാനം അല്ലെ അംശജ്ഞാനമായിരുന്നു. അത് പൂർണ്ണജ്ഞാനമാക്കി നൽകുന്ന ആ ഒരു പ്രക്രിയയാണ് യാജ്ഞവൽക്യ മഹർഷി ജനക മഹാരാജാവ് ഗുരു ഉപസത്യ നടത്തിയതിനു ശേഷം പ്രയോഗിച്ചിരിക്കുന്നത്. അതിനെന്ത് വേണം? ഗുരുവിൻ്റെ ഉപദേശം, അല്ലെ? പിന്നെ എന്തു മാർഗത്തിലൂടെ ആ ജ്ഞാനത്തെ ലഭ്യമാകാം എന്നുള്ള ഉപായം ഇവിടെ ഉപാസനയായിട്ട് പറഞ്ഞു തന്നു, അല്ലെ സ്മരണയായിട്ട് പറഞ്ഞു കൊടുത്തു. അതിലൂടെ ലഭ്യമാകുന്ന ഫലം എന്ത് എന്ന് മുഖ്യഫലവും അവാന്തര ഫലവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏഴാമത്തെ മന്ത്രം നമ്മൾ പകുതി വരെ കണ്ടിരുന്നു. ഹൃദയമേവ ആയതനം ആകാശഃ പ്രതിഷ്ഠ സ്ഥിതിഃ ഇത്യേനത് ഉപാസീത്. നമ്മുടെ മനസ്സിലാ സഭാമണ്ഡപം, അവിടെ ജനക മഹാരാജാവ് ശകലന്റെ പുത്രനായ ശാഖല്യൻ എനിക്ക് ബുദ്ധിയാണ് ബ്രഹ്മൻ എന്ന് പറഞ്ഞു നൽകി. അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി ചോദിച്ചു, ബുദ്ധിമാന്ദ്യമുള്ളവർ അല്ലെ ബുദ്ധി പ്രവർത്തനരഹിതമായിരിക്കുന്ന ആളുകൾക്ക് അവരുടെ അടുത്ത് ബ്രഹ്മൻ ഇല്ലേ, അല്ലേ? അപ്പം ബ്രഹ്മൻ ടെമ്പററി ആയിട്ടുള്ള ഒരു എന്തെങ്കിലും വസ്തുവോ വ്യക്തിയോ ആശയമോ വല്ലതും ആണോ എന്ന് ചോദിച്ചു. അപ്പം അതറിയില്ല, അതെനിക്ക് ശാഖല്യൻ പറഞ്ഞു നൽകിയില്ല എന്ന് പറഞ്ഞു. അപ്പം പൂർണ്ണജ്ഞാനത്തെ നൽകിയാലും എന്ന് ജനക മഹാരാജാവിൻ്റെ ഗുരു ഉപസ്ഥിതി ഓരോ മന്ത്രത്തിലും നമ്മൾ കണ്ടു, എന്നെ പൂർണ്ണജ്ഞാനവാനാക്കിയാലും എന്ന് പറഞ്ഞു കൊടുത്തു. യാജ്ഞവൽക്യ മഹർഷി അതിനുള്ള ഉപായം പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പം അതിൽ സ്ഥിതി എന്ന ഭാവത്തിൽ ബുദ്ധിയെ ഉപാസിക്കൂ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം എന്താണ് ഈ സ്ഥിതി? നമ്മളിനി അതിലേക്ക് പ്രവേശിക്കാം. കുറച്ച് എഴുതാനുണ്ട്, എഴുതുക. ജനക മഹാരാജാവ് ചോദിക്കുകയാണ്, കാ സ്ഥിതത യാജ്ഞവൽക്യഃ, അല്ലയോ യാജ്ഞവൽക്യ മഹർഷേ, എന്താണ് ഈ സ്ഥിതത? അതായത് സ്ഥിതി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്, അതാണ് സ്ഥിതത. സ്ഥിതി പദ അർത്ഥം ക, അല്ലെ? സ്ഥിതത എന്ന വാക്കിന് അതാണ് അർത്ഥം. സ്ഥിതി പദ പദാർത്ഥം ഒരുമിച്ച് പറയാം. സ്ഥിതി പദ അർത്ഥം ക, ക എന്ന് വെച്ചാൽ എന്ത്, അല്ലെ? വാട്ട് ഈസ് നമ്മൾ പറയാറില്ലേ, അതാണ്. എന്താകുന്നു ഈ സ്ഥിതി എന്ന പദം കൊണ്ട് അങ്ങ് അർത്ഥമാക്കുന്നത്? അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്, എഴുതിക്കോളൂ. അതഃ പരമാത്മാ യസ്യ ആധാരേണ, യസ്യ ആധാരേണ, ആധാരം ധനത്തിൻ്റെ ദ, ആധാരേണ, യസ്യ ആധാരേണ ഹൃദയം, ഹൃദയം
കോമ ഹൃദയം കോമ ഹൃദയസ്യ മൂലദേവത ബ്രാക്കറ്റിൽ ആധാരദേവത ഹൃദയസ്യ മൂലദേവത और आधार देवता हिरण्यगर्भः 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 च आधारितः च आधारितः 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 सह एव परब्रह्म सह सा എഴുതിയിട്ട് വിസർഗം ഇടുക സഹ ഏവ പരബ്രഹ്മ सह एव परब्रह्म इति സാമ്രാടസ്യ സമ്രാട്ട് അങ്ങനെ എഴുതാം കേട്ടോ സമ്രാടസ്യ സമ്പൂർണ്ണ ജ്ഞാനമേവ സമ്പൂർണ്ണ ജ്ഞാനം ഏവ സമ്പൂർണ്ണ ജ്ഞാനം ഏവ ഒന്നുകൂടെ വായിക്കുക എന്നോടൊപ്പം വായിക്കുക അതഃ പരമാത്മാ യസ്യ ആധാരേണ ഹൃദയം ഹൃദയസ്യ മൂലദേവത ഹിരണ്യഗർഭഃ ച ആധാരിതഃ സഹ ഏവ പരബ്രഹ്മ കഴിഞ്ഞൊരു കോമ ഇടാട്ടോ ഇട്ടില്ലേലും കുഴപ്പമില്ല വേണമെങ്കിൽ സഹ ഏവ പരബ്രഹ്മ കോമ ഇതി സമ്രാടസ്യ സമ്പൂർണ്ണ ജ്ഞാനമേവ ഞാൻ എൻ്റെ പരിഭാഷ എഴുതിക്കോളൂ ഒരു വരി വിട്ടിട്ട് താഴെ എഴുതുക ഹൃദയത്തിൻ്റെ ബ്രാക്കറ്റിൽ ബുദ്ധി ഹൃദയത്തിൻ്റെ ഭാവത്തെ ആകുന്നു എന്നുവെച്ചാൽ ക്യാരക്ടർ എന്നുള്ള അർത്ഥമാണ് ഭാവം സ്ഥിതി എന്ന ശബ്ദം കൊണ്ട് പരാമർശിക്കുന്നത് ഹൃദയത്തിൻ്റെ ഭാവത്തെയാകുന്നു സ്ഥിതി എന്ന ശബ്ദം കൊണ്ട് അല്ലെ എന്താണ് സ്ഥിതി എന്നല്ലേ ജനക മഹാരാജ് ചോദിച്ചത് അതാണ് നമ്മൾ എഴുതുന്നത് അപ്പം ഹൃദയത്തിൻ്റെ ഭാവത്തെയാകുന്നു സ്ഥിതി എന്ന ശബ്ദം കൊണ്ട് അല്ലെ പദം കൊണ്ട് രണ്ടും ശരിയാണ് സ്ഥിതി എന്ന പദം കൊണ്ട് പരാമർശിക്കുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ് എന്നുള്ള അർത്ഥം അല്ലെ പരാമർശിക്കുന്നത് പരമാത്മാ തന്നെയാകുന്നു സർവജീവരാശികൾക്കും ആശ്രയമായിരിക്കുന്നതും സർവജീവരാശികൾക്കും ആശ്രയമായിരിക്കുന്നതും ആ പരമാത്മാവിൽ തന്നെയാണ് സർവവും കുടികൊള്ളുന്നതും അല്ലേ അതുകൊണ്ട് കുടികൊള്ളുന്നതും കോമ അല്ലേ അത്രയാണ് നമ്മളിപ്പോൾ എഴുതിയ അതഹ പരമാത്മാ യസ്യ ആധാരേണ ഹൃദയം കോമ ഇട്ട് എഴുതിയില്ലേ അവിടെ വരെയാണ് ഇപ്പോൾ മലയാളത്തിൽ എഴുതിയത് അത് കഴിഞ്ഞ് എന്താണ് എഴുതിയത് ഹൃദയസ്യ മൂലദേവത അവിടെ എഴുതുക അതഹ എന്ന് നമ്മൾ എഴുതില്ല അതുകൊണ്ട് അടുത്തത് അതുകൊണ്ട് ഹൃദയം ബ്രാക്കറ്റ് ബുദ്ധി
അതുകൊണ്ട് ഹൃദയം, ബുദ്ധി, ഹൃദയത്തിൻ്റെ അടിസ്ഥാന ദേവതയായ, അതുകൊണ്ട് ഹൃദയത്തിൻ്റെ അടിസ്ഥാന ദേവതയായ ഹിരണ്യഗർഭനും ആധാരമായിരിക്കുന്നത് പരമാത്മാവാകുന്നു, അതായത് പരമാത്മാവാകുന്നു, അതായത് പരബ്രഹ്മൻ. അതാണ് നമ്മളിപ്പോൾ എഴുതിയത്. ഹൃദയസ്യ മൂലദേവത ഹിരണ്യഗർഭഃ ച ആധാരിതഃ എന്ന് വെച്ചാൽ എന്താ? ആധാരമാകുന്നത്. അതാണ് ആധാരിതഃ. സഹ ഏവ പരബ്രഹ്മ, അത് തന്നെയാവുന്നു പരബ്രഹ്മൻ, അല്ലേ? അത് കഴിഞ്ഞ് എന്താ എഴുതിയത്? ഇത് സമ്രാടസ്യ സമ്പൂർണ്ണജ്ഞാനമേവ, ഇതാകുന്നു അല്ലയോ സാമ്രാട്ട് സമ്പൂർണ്ണ ജ്ഞാനം, അല്ലേ? ഇതി എന്ന് വെച്ചാൽ ഇതാകുന്നു, ദിസ് ഈസ് കോൾഡ്, അല്ലേ? ഞാൻ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് ആണ്, ഇതാണ് ഏ സമ്രാട്ട് ജനക മഹാരാജാവേ സമ്പൂർണ്ണ ജ്ഞാനമേവ, ഇതാകുന്നു പൂർണ്ണജ്ഞാനം, ഇത് മാത്രമാകുന്നു. ദാറ്റ് ഇറ്റ്സെൽഫ്, അതാണ് ഏവ എന്നുള്ള അർത്ഥം. എന്താണ്? സമ്പൂർണ്ണ ജ്ഞാനം. കാ സ്ഥിതത യാജ്ഞവൽക്യഃ, എന്താകുന്നു സ്ഥിതത എന്ന പദം കൊണ്ട് അങ്ങ് അർത്ഥമാക്കുന്നത്? അതാണ് നമ്മളിപ്പോൾ എഴുതിയത്, അല്ലേ? ഇനി മന്ത്രത്തിൽ എന്താണ് യാജ്ഞവൽക്യ മഹർഷി പറയുന്നത്? ഹൃദയമേവ സാമ്രാഢ്യതി ഹോവാച, ഹൃദയം വൈ സാമ്രാട്ട് സർവേഷാം ഭൂതാനാം, ഹൃദയം വൈ സാമ്രാട്ട് സർവേഷാം ഭൂതാനാം പ്രതിഷ്ഠ, അല്ലേ? നമ്മൾ എഴുതി കഴിഞ്ഞു. അത് സർവ്വജീവരാശികൾക്കും ആശ്രയമായിരിക്കുന്നത്, സർവ്വജീവരാശികളും നിലനിൽക്കുന്നു, അല്ലെ? അതാണ് കുടികൊള്ളുക, ടു സസ്റ്റെയിൻ എന്നുള്ള അർത്ഥം, കുടികൊള്ളുന്നതും, അല്ലെ? പ്രതിഷ്ഠ. ഹൃദയേഹി ഏവ സമ്രാട്ട് സർവാണി ഭൂതാനി പ്രതിഷ്ഠിതാനി, വീണ്ടും പറയുകയാണ്. പ്രതിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞ് വീണ്ടും ആവർത്തിക്കുകയാണ്. പ്രതിഷ്ഠിതാനി, പരമാത്മാവിൽ തന്നെയാണ് ഈ ബുദ്ധിയും, ബുദ്ധിയുടെ അടിസ്ഥാന ദേവതയായ ഹിരണ്യഗർഭനും പിന്നെ സർവ്വജീവരാശികളും കുടികൊള്ളുന്നത്, നിലനിൽക്കുന്നത്. പ്രതിഷ്ഠിതാനി ഭവന്തി. അതുകൊണ്ട് ഹൃദയം വൈ സാമ്രാട്ട് പരമം ബ്രഹ്മ എന്ന് വെച്ചാൽ എന്താ? ഹൃദയത്തിനും ആധാരമായ, ഹൃദയത്തിൻ്റെ, അതായത് ബുദ്ധിക്കും, ബുദ്ധിയെ സൃഷ്ടിച്ചതും ബുദ്ധിയുടെ ദേവതയായ ഹിരണ്യഗർഭനെ സൃഷ്ടിച്ചതും, അല്ലേ? അതിൽ കുടികൊള്ളുന്നതും അതിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതും എല്ലാം ആരാകുന്നു? ഹേ സാമ്രാട്ട്, അതാകുന്നു പരമ ബ്രഹ്മൻ. അല്ലാണ്ട് ബുദ്ധിയോ അല്ലെങ്കിൽ ബുദ്ധിയുടെ ദേവതയോ കണ്ണോ കണ്ണിൻ്റെ ദേവതയോ ഒന്നുമല്ല എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഫലശ്രുതി പറയുന്നു, നയേനം ഹൃദയം ജഹാതി സർവാണേനം ഭൂതാനി അഭിക്ഷരന്തി ദേവോ ഭൂത്വാ ദേവാന്യപ്യേതി, അല്ലേ? നമ്മൾ കണ്ടത് തന്നെ. യേവം വിദ്വാൻ ഏതതുപാസ്തെ, ഏതൊരു വിദ്വാൻ എന്ന് വെച്ചാൽ സാധകൻ, ഏതൊരു സാധകനാണോ ഈ വിധത്തിൽ, ഏത് വിധത്തിൽ? ഹൃദയം എന്നത് സൂക്ഷ്മ ശരീരത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, അതായത് ബുദ്ധി എന്നത്. അത് അല്ലാണ്ട് ബുദ്ധിയല്ല പരമമായ ബ്രഹ്മൻ. ബുദ്ധിക്ക് ഒന്നിനെ നിർമ്മിക്കാനോ ഒന്നിനെ നിലനിർത്താനോ, അല്ലേ, ഒന്നിനെ ഇല്ലാണ്ടാക്കാനോ ഒന്നുമുള്ള കഴിവില്ല. അത് ആ കഴിവൊക്കെ ഉള്ളത് പരമാത്മാവിനാകുന്നു, ബ്രഹ്മനാകുന്നു. അതാണ് സാമ്രാട്ട് പരമം ബ്രഹ്മ. ആര് ഈ വിധം അറിഞ്ഞു ഉപാസിക്കുന്നു, പരമാത്മാവിനെ സ്മരണ ചെയ്യുന്നു, അവർക്ക് എന്താണ്? സർവാണേനം ഭൂതാനി അഭിക്ഷരന്തി, എല്ലാ ജീവരാശികളും അവരെ സംരക്ഷിക്കും. പിന്നെ നയനം ഹൃദയം ജഹാതി, അവരെ
ബുദ്ധിയുടെ അടിസ്ഥാന ദേവതയായ ഹിരണ്യഗർഭനും സംരക്ഷിക്കും. അത് ഇവരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാകും. സാധകന് സാധനയിൽ വേണ്ട എന്തൊക്കെ അനുഗ്രഹങ്ങളാണോ വേണ്ടത് അതൊക്കെ ഈ വിദ്വാനെ തേടി വരും. എല്ലാ ദേവതകളുടെയും അനുഗ്രഹം ഉണ്ടാകും. അവർക്ക് വിഘ്നങ്ങളൊക്കെ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതെല്ലാം വിഘ്നങ്ങൾ ഉണ്ടാകും. കാരണം നമ്മൾ പ്രാരാബ്ധമായിട്ടാണല്ലോ വന്നത്. അതനുസരിച്ച് ധാരാളം വിഘ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ ആ വിഘ്നങ്ങളെയൊക്കെ മറികടന്ന് വീണ്ടും നമ്മൾ സാധനാപാതയിൽ തന്നെ തുടരുവാനുള്ള അനുകൂലമായ പരിസ്ഥിതി ഈ ദേവതകൾ നൽകും. പിന്നെ എന്താണ് പറയുന്നത്? ദേവോ ഭൂത്വ ദേവാന്യപ്യേതി. അവർ പുനർജനിക്കുന്നത് ഒരു ദുഃഖ ശരീരത്തിലായിരിക്കില്ല. അവർക്ക് ഉയർന്ന ശരീരമേ ലഭിക്കുകയുള്ളൂ. ദേവലോകത്തായിരിക്കും, ക്രമമുക്തിയായിരിക്കും ഇവർക്കുള്ള പുനരാവർത്തി. അല്ലേ? നമ്മൾ കണ്ടത് തന്നെ വീണ്ടും പറയുന്നു. അതിനുശേഷം എന്താണ്? ഇത് കേട്ടപ്പം പൂർണ്ണജ്ഞാനം ലഭ്യമായപ്പോൾ എന്താണ് പറയുന്നത്? ഹസ്തി ഹൃഷഭം സഹസ്രം ദധാമി ഇതി ഹോവാച ജനകോ വൈദേഹഃ. അല്ലേ? എന്തുകൊണ്ടായിരിക്കാം വീണ്ടും വീണ്ടും പറയുന്നത് എന്ന് നമുക്കിവിടെ ചർച്ച ചെയ്യാം. ഹസ്തി ഹൃഷഭം സഹസ്രം ദധാമി. ഷഡാചാര്യ ബ്രാഹ്മണം 7ാമത്തെ മന്ത്രം കൊണ്ട് അവസാനിക്കുകയാണ്. അവിടെ അവസാനിക്കുമ്പോഴും ആദ്യം എന്താണോ 2ാമത്തെ മന്ത്രത്തിൽ എന്താണോ ജനക മഹാരാജാവ് യാജ്ഞവൽക്യ മഹർഷിക്ക് വാഗ്ദാനം ചെയ്തത് അതേ വാഗ്ദാനം തന്നെ ആവർത്തിക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ മനസ്സിലാക്കണം, ശ്രദ്ധിക്കണേ. എന്ത് ഉപാസനയാണോ, എന്ത് സാധനയാണോ പൂർണ്ണജ്ഞാനം നേടുവാനായിട്ട് യാജ്ഞവൽക്യ മഹർഷി ജനക മഹാരാജാവിന് പറഞ്ഞു കൊടുത്തത് അത് കേട്ടിട്ടേ ഉള്ളൂ, ചെയ്തിട്ടില്ല. ശ്രദ്ധിക്കണേ. എന്ത് ഉപായങ്ങൾ പറഞ്ഞു കൊടുത്തില്ലേ? 2ാം മന്ത്രത്തിൽ ഉപായം, 3ാം മന്ത്രത്തിൽ അതുപോലെ 7ാമത്തെ മന്ത്രം വരെ ഉപായം പറഞ്ഞു കൊടുത്തു വിദ്വാനാകാനുള്ള. പക്ഷെ വിദ്വാനായിട്ടില്ല. കാരണം എന്താ? ഉപാസന ചെയ്തിട്ടില്ല. ആര്? ജനക മഹാരാജാവ്. അതുകൊണ്ടാണ് എന്താണ് വീണ്ടും വാഗ്ദാനം പറയുന്നത്. ഞാൻ അത് തരാം, ഇത് തരാം, ദധാമി ദധാമി. ആ ഗുരുപസക്തിയൊക്കെ നടത്തി എനിക്ക് പൂർണ്ണജ്ഞാനം വേണമെന്നുള്ള അഭ്യർത്ഥനയൊക്കെ ചെയ്തു. പക്ഷെ ഗുരുവിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്, ഗുരുവിനോടുള്ള നമ്മളുടെ സമർപ്പണം എങ്ങനെയായിരിക്കണം ഇത്യാദി വ്യവഹാരിക ജ്ഞാനം ജനക മഹാരാജാവിന് ഇല്ല. കാരണം ജനക മഹാരാജാവിന്റെ മുമ്പിൽ വന്ന് ഗുരുക്കന്മാരാരും ശ്രോത്രിയ ബ്രഹ്മനിഷ്ഠർ യാജ്ഞവൽക്യ മഹർഷിയെ പോലെ ഉള്ളവരല്ല. അപ്പൊ അവരെന്താണ്? അവരുടെ അടുത്ത് എങ്ങനെയാ പെരുമാറിയത്? അല്ലെ, ഇന്ന ജ്ഞാനം നൽകി, അല്ലെ, ഞാൻ 10 റുപ്യ തരാം, എനിക്ക് ഇന്നത് വേണം. അല്ലെ, നമ്മൾ പണ്ട് സ്കൂളിൽ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടില്ലേ ബാർട്ടർ സമ്പ്രദായം എന്ന് പറഞ്ഞു. അല്ലെ, ഞാൻ ഇന്നത് തന്ന, അല്ലെ, നാളികേരം കൊടുത്ത നിങ്ങൾക്ക് നെല്ല് കിട്ടും. അല്ലെ, അങ്ങനെ ഓരോന്ന് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ അതേ അറിയുള്ളൂ. അപ്പൊ എന്താണ്? ജനക മഹാരാജാവിന് ആ രീതിയാണ്. അപ്പൊ അതുകൊണ്ട് വീണ്ടും പറഞ്ഞു. അപ്പൊ ഇത് മാറണമെങ്കിൽ ഹസ്തി ഹൃഷഭം സഹസ്രം സമർപ്പയാമി എന്ന് പറയണമെങ്കിൽ ശിഷ്യൻ അധികാരിയാകണം. എങ്കിലേ നമുക്കത് പറയുവാനുള്ള ഭാവം ആരും പറഞ്ഞു തരാതെ തന്നെ നമുക്ക് വരികയുള്ളൂ. ഞാൻ എന്നാൽ കഴിയും വിധം, അത് ഹസ്തി വേണ്ട, ഋഷഭം വേണ്ട, സഹസ്രം വേണ്ട, ഒന്നും വേണ്ട, ഇതിൽ ഈ അഡ്ജക്റ്റീവ് ഒന്നും വേണ്ട, അഹം സമർപ്പയാമി എന്ന് പറഞ്ഞാൽ മതി. ഇനി വരുന്നുണ്ട് അവസാനം. ഓരോ ബ്രാഹ്മണം കഴിയുമ്പോഴും യാജ്ഞവൽക്യ മഹർഷി ശിഷ്യനെ രൂപപ്പെടുത്തി അവസാനം ജനക മഹാരാജാവ് അഹം സമർപ്പയാമി എന്ന് പറയും. അപ്പോഴാണ് എല്ലാം യാജ്ഞവൽക്യ മഹർഷി ശിഷ്യനായിട്ട് പൂർണ്ണമായി അംഗീകരിക്കുന്നത്. അങ്ങനെയാണ് ഈ അധ്യായം തീരുന്നത്. അപ്പൊ ഇവിടെ സമർപ്പിക്കാത്തതിൻ്റെ ഒരു കാരണം അദ്ദേഹത്തിന് ശീലിച്ചു വന്ന രീതി, അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന ആചാര്യന്മാരാരും ആചാര്യരാവാം, പക്ഷെ ഗുരുനാഥനാകാൻ വഴിയില്ല. അതൊരു കാരണം. പിന്നെ 2ാമത്തെ കാരണം
ഇവിടെ ആവർത്തിച്ച് ജനക മഹാരാജാവ് യാജ്ഞവൽക്യ മഹർഷിക്ക് ഓഫർ ചെയ്യുന്നത് അല്ലെ, ആ പരിവർത്തനം വരാത്തതിൻ്റെ മറ്റൊരു കാരണം ഉപാസനകൾ സാധന പറഞ്ഞു കൊടുത്തിട്ട് അത് ചെയ്തിട്ടില്ല. അപ്പോൾ സാധന ചെയ്താൽ മാത്രമേ ശിഷ്യരായ നമ്മളിൽ പരിവർത്തനമുണ്ടാവുകയുള്ളൂ എന്ന് ഈ ജനക മഹാരാജാവ് എന്നുള്ള കഥാപാത്രത്തിലൂടെ യാജ്ഞവൽക്യ മഹർഷി നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പം സാധന ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് കാണിച്ചു തരികയാണ്. ഇല്ലെങ്കിൽ ഭുക്തയെ നതു മുക്തയെ, ഭോഗത്തിനായിട്ട് നമുക്ക് ബാക്കിയെല്ലാം കിട്ടും, ദേവതകളുടെ അനുഗ്രഹം, മറ്റു ഭോഗങ്ങൾ, വിത്തം, ധനം, ധാന്യം, പശും, ബഹുപുത്രലാഭം, സഹസംപ്രസരം, ദീർഘമായു ഇത്യാദി ഇത്യാദി ഭോഗങ്ങളൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ ന മുക്തയെ, മോക്ഷം കിട്ടണമെങ്കിൽ നമ്മൾ ഉപാസന വേണം. അതിവിടെ കാണിച്ചു തരികയാണ്. ഈ അവസാന ഭാഗം എത്തിയപ്പോഴും ഈ ആവർത്തനത്തിൽ, ഏതാവർത്തനം? ഹസ്തി ഋഷഭം സഹസ്രം ദധാമി എന്ന ആവർത്തന വാചകത്തിലൂടെ. അപ്പം ജനക മഹാരാജാവിൻ്റെ ഈ ഓഫർ കണ്ടിട്ട് എന്തു പറയുന്നു? സഹോവാച യാജ്ഞവൽക്യ, യാജ്ഞവൽക്യ മഹർഷി പറയുന്നു എനിക്ക് വേണ്ട അല്ലേ. എന്ത് കാരണം ഞാൻ ഇനിയും പറയുന്നില്ല. എന്താണോ ആദ്യത്തെ കാരണം, രണ്ടാം മന്ത്രത്തിൽ എന്ത് കാരണമാണോ അത് തന്നെ, ആ കാരണം തന്നെ. യാജ്ഞവൽക്യ മഹർഷിക്ക് അറിയാം ശിഷ്യനായി പരിണാമപ്പെട്ടിട്ടില്ല, ട്രാൻസ്ഫർമേഷൻ ജനക മഹാരാജാവിന് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാനത് വാങ്ങുന്നത് ബ്രഹ്മഹത്യാ പാപത്തിന് തുല്യമാണ്. അതുകൊണ്ട് നാനനു ശിഷ്യ എന്ന് പറഞ്ഞ് അത് ആദരവോടുകൂടി നിരസിക്കുകയാണ്. ഇതി ശുക്ലയജുർവേദീയ കാണ്വശാഹ ബൃഹദാരണ്യകോപനിഷത് ദ്വിതീയകാണ്ഡം മുനികാണ്ഡം അഥവാ യാജ്ഞവൽക്യകാണ്ഡം ചതുർത്ഥാധ്യായം വാദരൂപ ഉപപത്തി പ്രകരണം പ്രഥമ ബ്രാഹ്മണം ഷഡാചാര്യ ബ്രാഹ്മണം സമാപ്തം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. നമുക്ക് ആദ്യം മുതൽ മന്ത്രം ചൊല്ലാം. എല്ലാവരും എന്നോടൊപ്പം ചൊല്ലുക. നിങ്ങൾക്ക് ഏത് ഭാഗമാണോ മന്ത്രം പാരായണം ചെയ്തതിൽ സംശയമുള്ളത് അത് പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തി വെക്കുക. പൂർണ്ണമത ചൊല്ലിയതിന് ശേഷം ചോദിക്കുക. അതിൽ നമ്മൾ ആ ടേബിൾ എഴുതിയില്ലേ, ആദ്യം അതെടുക്കുമോ? എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു. അതിൽ ശാഖല്യൻ്റെ അവിടെ ദേവത പ്രജാപതി അല്ല ഹിരണ്യഗർഭനാക്കുക. എല്ലാവരും ക്ഷമിക്കുക, തിരുത്തുക അവിടെ. അതായത് ആ ടേബിൾ എഴുതിയതിൽ മന്ത്രം 2 ജിത്വാവ്, മന്ത്രം 3 ഉദങ്കൻ, മന്ത്രം 4 ബർഖു, മന്ത്രം 5 ഭരദ്വാജൻ, മന്ത്രം 6 ജാബാലൻ, മന്ത്രം 7 ശാഖല്യൻ. അവിടെ ദേവത എന്നുള്ളത് പ്രജാപതി മാറ്റി ഹിരണ്യഗർഭനാക്കുക അല്ലേ. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. പെൻസിലും കയ്യിൽ വെച്ചോളൂ, എന്തെങ്കിലും ഉണ്ട് അവിടെ അടയാളപ്പെടുത്തി വെക്കുക. പ്രഥമ മന്ത്രം, പ്രഥമ ബ്രാഹ്മണം ഷഡാചാര്യ ബ്രാഹ്മണം, പ്രഥമ മന്ത്രം. ഓം ജനകോഹ വൈ ദേഹഃ ആസാം ചക്രേ അധഃ യാജ്ഞവൽക്യഃ ആവവ്രാജ തം ഹോവാച യാജ്ഞവൽക്യഃ കിമർത്ഥം ആചാരീഃ പശൂൻ ഇച്ഛൻ അണ്വന്ധാൻ ഇതി ഉഭയമേവ സാമ്രാട് ഇതി ഹോവാച. യത്തെ കച്ചിദ് അബ്രവീത് തത് ശൃണ്വാമിധി അബ്രവീത് മേ ജിത്വാ ശൈലിനിഃ വാഗ്വൈ ബ്രഹ്മേതി യഥാ മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ ഭൂയാത് തഥാ തത് ശൈലിനി അബ്രവീത്. വാഗ്വൈ ബ്രഹ്മേതി അവതതോ ഹി കിം സ്യാദിതി അബ്രവീത്
तु ते तस्य आयतनं प्रतिष्ठां न मे अब्रवीदिति एकपाद्वा एतत् साम्राढिति सह वै नो ब्रूहि याज्ञवल्क्यः वागेव आयतनम् आकाशः प्रतिष्ठा प्रज्ञेदि एनम् उपासीद का प्रज्ञता याज्ञवल्क्यः वागेव साम्राढिति होवाच वाजा वै साम्राट् बन्धुः प्रज्ञायते ऋग्वेदो यजुर्वेदः सामवेदो अथर्वाङ्गिरस इतिहासः पुराणम् विद्या उपनिषदः श्लोकाः सूत्राणि अनुव्याख्यानानि व्याख्यानानि इष्टं हुतम् आशिधं पायितम् अयं च लोकः परच्च लोकः सर्वाणि च भूतानि वाजा एव साम्राट् प्रज्ञायन्ते वाग् वै साम्राट् परमं ब्रह्म न एनं वाग्जहाति सर्वाणि एनं भूतानि अभिक्षरन्ति देवो भूत्वा देवान्यप्येति यः एवं विद्वानेतदुपास्ते हस्ते वृषभं सहस्रं दधामि इति होवाच जनको वै देहः सहोवाच याज्ञवल्क्यः पिता मे अमन्यत न अननुशिष्य हर इत इति। तृतीय मन्त्रम् यथेव ते कच्चिदब्रवीत् तत् शृण्वामिति अब्रवीत् मे उदङ्गः शौल्भायनः प्राणो वै ब्रह्मेति यथा मातृमान् पितृमान् आचार्यवान् ब्रूयाद् तथा तत् शौल्भायनः अब्रवीत् प्राणो वै ब्रह्मेति अप्राणदो हि किं स्यादिति अब्रवीत् तु ते तस्य आयतनं प्रतिष्ठां न मे अब्रवीदिति एकपाद्वा एतत् साम्राढिति सह वै नो ब्रूहि याज्ञवल्क्यः प्राण एव आयतनम् आकाशः प्रतिष्ठा प्रियमित्येनदुपासीत कप्रियता याज्ञवल्क्यः प्राण एव साम्राढिति होवाच प्राणस्य वै साम्राट् कामाय आयाज्यं याजयति अप्रतिगृह्यस्य प्रतिगृह्णादपि तत्र वधाशङ्घं भवति यां दिशामिति प्राणस्य एव साम्राट् कामाय प्राणो वै साम्राट् परमं ब्रह्म न एनं प्राणो जहाति सर्वाणि एनं भूतानि अभिक्षरन्ति देवो भूत्वा देवानि अप्येति यः एवं विद्वानेतदुपास्ते हस्ते वृषभं सहस्रं दधामि इति होवाच जनको वै देहः सहोवाच याज्ञवल्क्यः पिता मे अमन्यत न अननुशिष्य हर इत इति। ചതുർത്ഥ മന്ത്രം നമ്മൾ ഇത് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ സംവാദം ഉണ്ടാകണേ ജനകസഭയെ. ചതുർത്ഥ മന്ത്രം യഥേവ തേ കച്ചിദബ്രവീത് തത് ശൃണ്വാമിധി അബ്രവീത് മേ ഭർഗുഃ വാർഷ്വഃ ചക്ഷുഃ വൈ ബ്രഹ്മേതി യഥാ മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ ബ്രൂയാത് തഥാ തത് വാർഷ്ണോ അബ്രവീത് ചക്ഷുഃ വൈ ബ്രഹ്മേതി अपश्यतो हि किं स्यादिति अब्रवीत् तु ते तस्य आयतनं प्रतिष्ठां न मे अब्रवीदिति एकपाद्वा एतत् साम्राढिति सह वै नो ब्रूहि याज्ञवल्क्यः चक्षुः एव आयतनम् आकाशः प्रतिष्ठा सत्यम् इत्येनदुपासीत का सत्यता याज्ञवल्क्यः चक्षुः एव साम्राढिति होवाच चक्षुषा वै साम्राट्
पश्यन्तम् आहुः अद्राक्षीर् इति सः आह अद्राक्षमिति तत् सत्यं भवति चक्षुः वै साम्राट् परमं ब्रह्म न एनं चक्षुः जहाति सर्वाणि एनं भूतानि अभिक्षरन्ति देवो भूत्वा देवान्यप्येति यः एवं विद्वान् एतदुपास्ते हस्ते ऋषभं सहस्रं दधामीति होवाच जनको वै देहः सहोवाच याज्ञवल्क्यः पिता मे अमन्यत् न अननुशिष्य हर इत इति। पञ्चममन्त्रम्। यथेव ते कच्चिदब्रवीत् शृण्वामिति अब्रवीत् मे गर्धवी विपीतः भारद्वाजः श्रोत्रं वै ब्रह्मेदि यथा मातृमान् पितृमान् आचार्यवान् ब्रूयात् तथा तद्भारद्वाजः अब्रवीत् तत्श्रोत्रं वै ब्रह्मेदि अशृण्वतो हि किं स्यादिति अब्रवीत् तु ते तस्य आयतनं प्रतिष्ठां न मे अब्रवीदिति एकपाद्वा एतत् साम्राडिति सह वै नो ब्रूहि याज्ञवल्क्यः श्रोत्रमेव आयतनम् आकाशः प्रतिष्ठाम् अनन्द इत्येनदुपासीत का अनन्ददा याज्ञवल्क्यः दिश एव साम्राडिति होवाच तस्माद्वै साम्राडभि यां कां च दिशं गच्छति न एव अस्य अन्दं गच्छति अनन्ददा हि दिशाः दिशो वै साम्राट् श्रोत्रं वै साम्राट् परमं ब्रह्म न एनं श्रोत्रं जहाति सर्वाणि एनं भूतानि अभिक्षरन्ति देवो भूत्वा देवान्यप्येति यः एवं विद्वान् एतदुपास्ते हस्ते ऋषभं सहस्रं दधामीति होवाच जनको वै देहः सहोवाच याज्ञवल्क्यः पिता मे अमन्यत न अननुशिष्य हर इत इति। षष्ठमन्त्रम्। यथेव ते कच्चिदब्रवीत् तत् शृण्वामिति अब्रवीत् मे सत्यकामजाबालः मनो वै ब्रह्मेदि यथा मातृमान् पितृमान् आचार्यवान् ब्रूयात् तथा तज्जापालः अब्रवीत् मनो वै ब्रह्मेदि अमनसो हि किं स्यादिति अब्रवीत् तु ते तस्य आयतनं प्रतिष्ठां न मे अब्रवीदिति एकपाद्वा एतत् साम्राडिति सह वै नो ब्रूहि याज्ञवल्क्यः मन एव आयतनम् आकाशः प्रतिष्ठा आनन्द इत्येनदुपासीत का आनन्ददा याज्ञवल्क्यः मन एव साम्राडिति होवाच मनसा वै साम्राट् स्त्रियम् अभिहार्यते तस्यां प्रतिरूपः पुत्रो जायते सः आनन्दः मनो वै साम्राट् परमं ब्रह्म न एनं मनो जहाति सर्वाणि एनं भूतानि अभिक्षरन्ति देवो भूत्वा देवान्यप्येति यः एवं विद्वान् एतदुपास्ते हस्ते ऋषभं सहस्रं दधामि इति होवाच जनको वै देहः सहोवाच याज्ञवल्क्यः पिता मे अमन्यत न अननुशिष्य हर इत इति। सप्तममन्त्रम्। यथेव ते कच्चिदब्रवीत् तत् शृण्वामिति अब्रवीत् मे विदग्धः शाकल्यः हृदयं वै ब्रह्मेति यथा मातृमान् पितृमान् आचार्यवान् ब्रूयात् तथा तत् शाकल्यः अब्रवीत्
हृदयं वै ब्रह्मेदि अहृदयस्य हि किं स्यादिति अब्रवीत् तु ते तस्य आयतनं प्रतिष्ठां न मे अब्रवीदिति एकपाद्वा एतत् साम्राडिति सह वै नो ब्रूहि याज्ञवल्क्यः हृदयमेव आयतनम् आकाशः प्रतिष्ठा स्थितिः इत्येनदुपासीतां कास्ति तथा याज्ञवल्क्यः हृदयमेव साम्राडिति होवाच हृदयं वै साम्राट् सर्वेषां भूतानाम् आयतनं हृदयं वै साम्राट् सर्वेषां भूतानां प्रतिष्ठा हृदये हि एव साम्राट् सर्वाणि भूतानि प्रतिष्ठितानि भवन्ति हृदयं वै साम्राट् परमं ब्रह्म न एनं हृदयं जहाति सर्वाणि एनं भूतानि अभिक्षरन्ति देवो भूत्वा देवान्यप्येति यः एवं विद्वान् एतदुपास्ते अस्ति वृषभं सहस्रं दधामि इति होवाच जनको वै देहः सहोवाच याज्ञवल्क्यः पितामेऽमन्यत न अननुशिष्य हर इत इति इति शुक्लयजुर्वेदीय काण्वशाः बृहदारण्यकोपनिषत् द्वितीयकाण्डं मुनिकाण्डम् अथवा याज्ञवल्क्यकाण्डं चतुर्थाध्यायं वादरूप उपपत्ति प्रकरणं प्रथमब्राह्मणं षडाचार्यब्राह्मणं समाप्तम् ओम नमः परमऋषिभ्यो नमः परमऋषिभ्यो नमः परमऋषिभ्यः ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः सर्वोऽवप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि ओम पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ओम शान्ति शान्ति शान्तिः हरिः ओम श्री गुरुभ्यो नमः हरिः ओम।